കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്നലെ വളരെ മനോഹരമായ ഒരു സന്ദേശം നമ്മൾ കേട്ടു. അതിൻ്റെ തുടർന്നുള്ളതായ ഭാഗങ്ങൾ ഇന്ന് നമ്മൾ കേൾക്കുകയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം, നിങ്ങൾ രോഗത്തോടെ നടക്കാനല്ല, നിങ്ങൾ സൗഖ്യത്തോടെ നടന്ന് ആരോഗ്യത്തോടെ നടന്ന് നിങ്ങളുടെ ഭവനത്തിനും നിങ്ങളുടെ ദേശത്തിനും നിങ്ങളെ ആക്കി വച്ചിരിക്കുന്ന സഭയ്ക്കും നിങ്ങളെന്നും അനുഗ്രഹമായിരിക്കുവാൻ കർത്താവ് നിങ്ങളെ ഇടയാക്കട്ടെ. നമുക്ക് ഇന്നത്തെ മെസ്സേജിലേക്ക് കടക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. രോഗം ഉറക്കെ പറ, സൗഖ്യം, ആരോഗ്യം. രോഗമെന്ന് വെച്ചാൽ ഞാൻ മറ്റൊരാൾക്ക് ഭാരമാകുന്നു. സൗഖ്യമെന്ന് വെച്ചാൽ ഇനി ഞാൻ ആർക്കും ഭാരമല്ല, എൻ്റെ സ്വന്തം കാലം നിൽക്കുക. ആരോഗ്യമെന്ന് വെച്ചാൽ ഞാൻ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകും. ആത്മീയത്തിൽ നമ്മൾ അങ്ങനെ ആകണം. ഞാൻ എന്നും ബ്രദറെ പ്രാർത്ഥിച്ചോണേ എന്ന് പറയുമ്പോൾ ഞാൻ ആത്മീയമായി ആരോഗ്യത്തിലായിട്ടില്ല. അതുകൊണ്ടാണ് തീത്തോസിൻ്റെ ലേഖനത്തിൽ പറയുമ്പോൾ അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരാകാൻ കൽപ്പിക്കുക. ആരോഗ്യം, രോഗം എന്നീ പദങ്ങൾ ശാരീരിക വിഷയത്തിൽ മാത്രം പറയുന്ന ഒന്നല്ല, പക്ഷെ കൂടുതലും നമ്മളത് ശരീരത്തിലാണ് എടുക്കാറുള്ളത്. നമ്മുടെ ഇടയിൽ തന്നെ വളരെ ഒരു ബിസിനസ്, ഒരു പ്രസ്ഥാനം നശിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഭാഷയിൽ തന്നെ പറയുന്നൊരു വാക്കുണ്ട്, ആ ബിസിനസ് രോഗാതുരമായിരിക്കുന്നു, ഹെൽത്തി അല്ല. അതുപോലെ തന്നെ ബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവർ തമ്മിലുള്ള ബന്ധം ഇപ്പോൾ ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ബന്ധങ്ങൾ ആരോഗ്യപരമാകണം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഒരു രോഗം പാടില്ല. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ കേവലം ഒന്നും നിന്നാ പോരാ, ആരോഗ്യപരമായൊരു ബന്ധം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. പഴയ നിയമകാലത്ത് വീടിന് കുഷ്ഠം വരിക എന്നൊരു ഏർപ്പാടുണ്ട്. ശരീരത്തിൽ മാത്രമല്ല, വീടിന് കുഷ്ഠം വരിക. വീടിൻ്റെ ഈ ഭിത്തിയിൽ ഒക്കെ ചില ചുണങ്ങും പാടുമൊക്കെ വരും. അത് കുത്തി ഇളക്കി കളഞ്ഞിട്ട് പുരോഹിതനെ വിളിച്ചിട്ട് പുരോഹിതൻ ചില ശുദ്ധീകരണ കർമ്മങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ ആ കുഷ്ഠം മാറിയ എന്നിട്ട് അതൊക്കെ കൊണ്ട് പാളയത്തിന് പുറത്ത് കൊണ്ട് കളയണം, ചുട്ടുകളയണം. പിന്നെ മാത്രമേ ആ വീട്ടിൽ താമസിക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് വീടിൻ്റെ ഭിത്തിക്കാണ് വരുന്നതെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ഇന്ന് വീടിൻ്റെ കുഷ്ഠം ഭിത്തിയിലല്ല, വീടിൻ്റെ അകത്തളത്തിൽ, അപ്പനും മക്കളും ഭാര്യയുമെല്ലാം ഉൾപ്പെടുന്ന ബന്ധങ്ങളിൽ, അവിടുത്തെ ആത്മീയതയിൽ, അവിടുത്തെ ഭൗതികത്തിൽ, അവിടുത്തെ ആരാധനയിൽ, സ്തോത്രം, അവിടെയൊക്കെ ബലഹീനത, കുഷ്ഠം പ്രാർത്ഥനാ ജീവിതത്തിൽ വന്ന ബലഹീനത മാറി ആരോഗ്യപരമായൊരു പ്രാർത്ഥനാ ജീവിതം, ആരോഗ്യപരമായൊരു വചനധ്യാനം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹെൽത്തി ആകുക. ഒന്ന് രണ്ട് പറഞ്ഞ ഹെൽത്തി ആകുക. പ്രൈസ് ദി ലോർഡ്. ആരോഗ്യത്തിൽ ഹെൽത്തി ആയാലുള്ള ഗുണം എന്നറിയാമോ? നമ്മളിങ്ങനെ വായിക്കുന്നു, 4 പേർ ചേർന്ന് ഒരു പക്ഷപാത രോഗിയെ എന്ത് ചെയ്തു? ചുമന്നുകൊണ്ട് വീട്ടിൽ വന്നപ്പോൾ വീട് നിറയെ ജനമാണ്, യേശുവിനെ പൊതിഞ്ഞ ജനമാണ്, കയറാൻ മേല. അവരെന്ത് ചെയ്യുകയാണ്? മേൽപ്പുരയ്ക്ക് കയറി. യോഗത്തിൻ്റെ മധ്യത്തിൽ അവർ മേൽപ്പുരയുടെ മുകളിൽ കയറി. മേൽപ്പുര പൊളിച്ചു. ചെറിയൊരു കാര്യമാണോ? ഒരു വീടിൻ്റെ തട്ട് പൊളിക്കുന്ന ചെറിയ കാര്യമാണോ? പൊളിച്ചെന്ന് മാത്രമല്ല, ഈ രോഗിയെ മുകളിലോട്ട് കയറെ കയറ്റുക എന്ന് പറയുന്ന, കട്ടിലോടെ കയറ്റുന്ന ചെറിയ കാര്യമാണോ? എന്തൊരു റിസ്ക് പിടിച്ചൊരു കാര്യമാണ്. പെരയുടെ മുകളിലോട്ട് ഒരു നടന്നു പോകുന്നയാളെ പിടിച്ചുകൊണ്ട് കയറ്റാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണെങ്കിൽ തളർന്നു കിടന്ന ഒരാളെ കയറ്റിയെങ്കിൽ മാത്രമല്ല, അവർ 4 പേരും കൂടെ എന്ത് ചെയ്തു? അവർ താഴോട്ടിറക്കി. അവർ തമ്മിലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അവരുടെ ശരീരം ഹെൽത്തി ആയിരുന്നു, അവരുടെ മനസ്സ് ഹെൽത്തി ആയിരുന്നു, അവരുടെ ഉദ്ദേശം ഹെൽത്തി ആയിരുന്നു, അവർക്ക് കൊടുക്കുവാനുണ്ടായിരുന്നു. ദൈവം നിന്നെ വിളിച്ചത് അനേകർക്കൊരു അനുഗ്രഹമാകാനാണ്. ഏതോ മലയിൽ മാറിയിരിക്കുന്ന സ്വന്തം കാര്യം നോക്കുന്ന ഒരു സ്വാർത്ഥമതിയായിട്ടല്ല നിന്നെയും എന്നെയും കർത്താവ് വിളിച്ചത്. നിന്റെ ദേശത്തിന് നീ ഒരു അനുഗ്രഹമാകാൻ, സഭയ്ക്ക് നീ ഒരു അനുഗ്രഹമാകാൻ, നിനക്ക് ലഭിച്ച നന്മകൾ മറ്റുള്ളവർ കൂടെ അനുഗ്രഹമാകാൻ അവൻ നമ്മെ വിളിച്ചിരിക്കുക. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഇപ്പം ഞാൻ പറഞ്ഞത് ആത്മീയ കാര്യത്തിൽ, അതുപോലെ നമ്മളെ വചനകാര്യത്തിൽ നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കും. നമ്മുടെ ഭൗതിക വിഷയത്തിലുമുണ്ട് രോഗവും സൗഖ്യവും ആരോഗ്യവും. നമ്മുടെ കർത്താവ് സൗഖ്യദായകനാണ്. പ്രൈസ് ദി ലോർഡ്.
യേശുക്രിസ്തുവിൻ്റെ ഏക ശുശ്രൂഷ സൗഖ്യമാണെന്ന് ഞാൻ പറയും. പലർക്കും ഈ സൗഖ്യ ശുശ്രൂഷയോട് വലിയ പണക്കമാണ്. വചനഘോഷണമല്ല വേണ്ടിയേ? സൗഖ്യമാക്കുകയാണോ വേണ്ടിയേ? എന്നും സൗഖ്യം പറഞ്ഞാൽ മതിയോ? പ്രിയപ്പെട്ടവരെ, യേശു എന്തെങ്കിലും ചെയ്താൽ അതൊരു സുഖപ്പെടുത്തലായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ സുഖപ്പെടുത്തൽ എന്ന അതേ വാക്കാണ് രക്ഷ എന്ന് നമ്മൾ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന സാൽവേഷൻ, സേവ്ഡ് എന്നൊക്കെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന എല്ലാം വാസ്തവത്തിൽ ഗ്രീക്കിൽ സൗഖ്യമാക്കുക എന്നുള്ള പദമാണ്. സോട്സോ എന്ന പദമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് സൗഖ്യമായവരുടെ യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ രക്ഷയ്ക്കും സൗഖ്യത്തിനും ഒരേ പദമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു ചെയ്യുന്ന എല്ലാ ശുശ്രൂഷയും ഒരു രോഗസൗഖ്യമാണ്. ആത്മീയമായി രോഗിയായ എന്നെ അഥവാ മറ്റുള്ളവരിൽ ആശ്രയിക്കേണ്ട എന്നെ സ്വന്തം കാലിൽ നിർത്തും. അവിടെ നിർത്തത്തില്ല, വേറൊരാളെ താങ്ങാൻ തക്കവണ്ണം ആത്മീയമായി എന്നെ ആരോഗ്യത്തിലാക്കും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. പഴയ നിയമകാലത്ത് യഹോവയെക്കുറിച്ച് ഇങ്ങനെ പറയണം, രോഗശാന്തിയും ആരോഗ്യവും വരുത്തും. അവർക്ക് പറയാം, രോഗശാന്തി കിട്ടിയാൽ പോരാ, പിന്നെ രോഗശാന്തി എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ നിൽക്കാം, ഞാൻ ആർക്കും ഭാരമല്ല. ആരോഗ്യം എന്ന് പറഞ്ഞാൽ നീ നിമിത്തം മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടും. നിന്റെ പണം മറ്റുള്ളവർ കൂടെ അനുഗ്രഹമാകും. നിന്റെ ആരോഗ്യം വേറൊരാളെ കൂടെ താങ്ങും. നിന്റെ വചനം മറ്റൊരാൾ കൂടെ ധൈര്യം പകരും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. 1 കൊരിന്ത്യർ 14 പറയുമ്പോൾ, അന്യഭാഷയിൽ സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നവൻ തനിക്ക് മാത്രം ഗുണം ചെയ്യുന്നു, വേറെ ആർക്കും അതുകൊണ്ട് ഗുണം കിട്ടുന്നില്ല. എന്നാൽ പ്രവചിക്കുന്നവൻ മറ്റുള്ളവർ കൂടെ കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ മക്കളെ, മറ്റുള്ളവർ കൂടെ അനുഗ്രഹമാകാനൊന്ന് ആഗ്രഹിച്ചേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു സ്ത്രീ തൻ്റെ ജീവിതത്തിൽ അവൾ പറഞ്ഞുകൊണ്ടിരുന്ന വാക്ക് ഇതാണ്, ഞാനും എൻ്റെ മോനും. എന്താണ് സ്ത്രീയുടെ മുദ്രാവാക്യം? ഞാനും എൻ്റെ മോനും. അങ്ങനെ ആകാതിരിക്കാനാണ് നിന്നെ കർത്താവ് വിളിച്ചത്. ഞാനും എൻ്റെ മോനും കൂടെ അപ്പം തിന്നിട്ട് ഇന്ന് വൈകിട്ട് ചാകാനിരിക്കുക. ഞാനും എൻ്റെ മോനും എന്ന് പറഞ്ഞ് അധികം നാൾ ജീവിക്കത്തില്ല. കൈ കൊടുത്ത് പറഞ്ഞാട്ടെ. ഞാനും എൻ്റെ മോനും കൂടെ ആയി ജീവിക്കുന്ന ഒരവസ്ഥയ്ക്കല്ല നിന്നെ വിളിച്ചത്. നാട്ടുകാർക്ക് മുഴുവൻ ദൈവവേലയ്ക്കൂടെ അനുഗ്രഹമാകാൻ, കവിഞ്ഞൊഴുകുന്ന ഒരു അനുഗ്രഹമാകാൻ കർത്താവ് നിന്നെ വിളിച്ചിരിക്കുക. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അതുകൊണ്ടാണ് നമ്മുടെ TV പ്രോഗ്രാമിന് പേര് കർത്താവിട്ടത്, കവിഞ്ഞ് ഒഴുകുന്ന അനുഗ്രഹം. യേശു പറഞ്ഞു, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. മുമ്പേ നമ്മൾ പറഞ്ഞല്ലോ, കിട്ടുമ്പോൾ കൊടുപ്പീൻ എന്നല്ല, പിന്നെ കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. എങ്ങനെ കിട്ടും? അമർത്തി, നല്ലപോലെ അമർത്തിക്ക്, കുലുക്കി, കവിയുന്ന അളവ് മടിയിൽ തരും. കർത്താവ് എങ്ങനെയാ തരുന്നേ? കവിയുന്ന അളവ്. ഉറക്കെ പറ, കവിയുന്ന അളവ്. നിറവ് എനിക്ക് പറഞ്ഞേ, കവിച്ചിൽ മറ്റുള്ളവർക്ക് ഈ അളവിലേ കർത്താവ് തരത്തുള്ളൂ. പത്രോസിന്റെ വള്ളം നിറച്ചപ്പോൾ അത് നിറഞ്ഞു. പത്രോസ് മാക്സിമം മീൻ അതിനകത്തിട്ട് കാണുമല്ലോ. ഇനി ഒരു മീനും കൂടി ഇട്ടാൽ വള്ളം മുങ്ങുന്നായപ്പോൾ പുള്ളി അതങ്ങ് വിട്ടു. നിങ്ങളതൊക്കെ ഭാവനയെ കാണണം. ഒരു മീനും കൂടി ഇട്ടാൽ എന്ത് ചെയ്യും? അടുത്തിരിക്കുന്ന ആൾ പറ, അന്നേരവേലും കൊടുക്കണമെന്ന് പറ. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ്, ഷെയർ ചെയ്യപ്പെടാത്ത നന്മകൾ നിന്നെ മുക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. മുങ്ങുമെന്നായപ്പോൾ അടുത്തുള്ള പടകളെ കൂടെ വിളിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങളെ കൂടെ ഒക്കെ വിളിക്കണമെന്ന് പറഞ്ഞു. ഞാനും വിളിക്കാം. ആ ഒരു വിളി ഇതിനകത്തുണ്ട്. വന്നാട്ടെ, 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 അനുഗ്രഹം ഞാൻ തരാം. വന്നാട്ടെ, വന്നാട്ടെ, ഞാൻ ഷെയർ ചെയ്യാം. ഇങ്ങനെ വിളിക്കുന്ന ദൈവമക്കൾ ഉണ്ടാകട്ടെ. സ്വർഗീയ വിരുന്നിലുണ്ടാകട്ടെ, കേരളത്തിലുണ്ടാകട്ടെ. ഇങ്ങനിങ്ങനല്ല, പിന്നെ ഇങ്ങനെ തരണേ പിന്നെ എങ്ങനെ? വന്നാട്ടെ, ഞാൻ തരാം. വന്നാട്ടെ, ഞങ്ങളുടെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. വന്നാട്ടെ, ഇവിടെ കൊട്ടപ്പടി നിറഞ്ഞിരിക്കുന്നു. വന്നാട്ടെ, ഇനി ആർക്കാ വേണ്ടിയത്? നന്മകൾ നിറഞ്ഞിരിക്കുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഞാൻ പ്രസംഗിക്കുന്ന യേശു ഈ യേശുവിനെയാ. എനിക്ക് വേറെ യേശുവിനെ അറിയാൻ മേല. തൻ്റെ അടുക്കൽ വന്ന ആരും നിറയാതെയും കവിയാതെയും പോയിട്ടില്ല. ആത്മീയ അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും കർത്താവ് പറഞ്ഞത് തന്നെ, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഭയങ്കര ചൂടും ആവിയായിരുന്നു. ഭയങ്കര ദാഹിച്ചിരിക്കുമ്പോൾ ഞാനിവിടെ നിന്ന് വിളിച്ച് പറയാന്നിരിക്കണം. ഞാനാണെങ്കിൽ ഇങ്ങനെ പറയും, ഇവിടെ കുറച്ച് വെള്ളം വെച്ച് ദാഹിക്കുന്നവർ വന്ന് കുടിച്ചോ, 1-2 ഗ്ലാസ് കുടിച്ച് ദാഹം തീർത്തോളാനേ പറയത്തുള്ളൂ. പക്ഷെ കർത്താവ് നിന്റെ ദാഹം തീരുന്ന കാര്യം പറയുന്നില്ല. കൈ കൊടുത്ത് പറഞ്ഞേ, അത് അണ്ടർസ്റ്റുഡാ.
കാരണം 1-2 ഗ്ലാസ് അല്ലല്ലോ, നിന്നിൽ നിന്ന് നദി ഒഴുകുന്ന നിലയിലാണ് നിന്നെ വിടാൻ പോകും. നിന്റെ ദാഹം ഒന്ന് തീർന്നാൽ മതി, നിന്റെ വിഷയം ഒന്ന് മാറിയാൽ മതി, ആ കുഞ്ഞിൻ്റെ കാര്യം ഒന്ന് നടന്നാൽ മതി, ആ രോഗമൊന്ന് മാറിയാൽ മതി എന്ന് പറഞ്ഞ് ഇവിടെ വന്നത്. പക്ഷെ പോകുമ്പോൾ നീ കവിഞ്ഞേ പോകത്തുള്ളൂ. ഈ നമ്മളൊക്കെ വെള്ളത്തിൽ സ്നാനപ്പെട്ടപ്പോൾ കയറിയപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴുകിയില്ല, പോയിടത്തെല്ലാം വീണില്ലേ? എന്നതുപോലെ കർത്താവ് ഒത്തിരി സ്നാനങ്ങൾ നടത്തുന്നുണ്ട്. ആത്മാവിൽ മുക്കിപ്പൊക്കും, നന്മയിൽ മുക്കിപ്പൊക്കും. കൈകൊടുത്ത് പറഞ്ഞ എല്ലാ സ്നാനവും നീ അനുഭവിക്കണം. യേശുവിൻ്റെ അകത്ത് എല്ലാ നന്മയുമുണ്ട്. സാമ്പത്തിക നന്മയ്ക്കകത്ത് മുക്കിപ്പൊക്കും. അഭിഷേകത്തിൽ മുക്കിപ്പൊക്കും, കൃപാവരങ്ങളിൽ മുക്കിപ്പൊക്കും, വചനത്തിൽ മുക്കിപ്പൊക്കും. ശ്രദ്ധിക്കുക, കർത്താവിൻ്റെ അടുക്ക വരുന്നവരുടെ ഈ രാജാവ് അവരുടെ പാത്രത്തിൽ എങ്ങനെ കൊടുക്കുക? അമർത്തി കുലുക്കി. അപ്പോൾ തൻ്റെ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അമർത്തും. ഇഷ്ടമില്ലാത്തവർക്ക് കൊടുക്കുമ്പോഴോ കഴിവെങ്കിനെ പൊക്കി വെച്ചിട്ടും കൊടുക്കും, അല്ലേ? അമർത്തി പോരാ, കൊടുത്തിട്ട് പോരാ. നിങ്ങൾക്കും എനിക്കും തന്നിട്ട് കർത്താവിന് പോരാ. നിങ്ങൾക്കും എനിക്കും തന്നിട്ട് കർത്താവിന് പോരാ. ആത്മീയമായി, ഭൗതികമായി, ശാരീരികമായി എല്ലാ ഏറിയയിലും തന്നിട്ട് കർത്താവിന് പോരാ, മതിയാകുന്നില്ല. കവിയുന്ന കൃപാവരം, കവിയുന്ന പ്രവചനം, കവിയുന്ന വചനം, കവിയുന്ന വെളിപ്പാട്, കവിയുന്ന പാട്ട്, കവിയുന്ന ആരാധന, കവിയുന്ന വർഷിപ്പ്, കവിയുന്ന പ്രൈസ് ദി ലോർഡ്. ഈ കവിയുന്ന ചാക്കുമായിട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങളൊന്ന് ഓർത്ത്, നിങ്ങളതൊന്ന് മനസ്സിലൊന്ന് കണ്ടേ. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക, ഞാൻ പോകുന്ന വഴിക്ക് അടുത്തിരിക്കുന്ന ആൾ പറ, അത് പെറുക്കാൻ നോക്കണ്ടെന്ന് പറഞ്ഞു. അതങ്ങ് പോട്ടെ പറഞ്ഞു, അതങ്ങ് പോട്ടെ. അത് വേറൊരു ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ പിടിക്കണ്ട. പിടികിട്ടിയോ? സ്തോത്രം. അതങ്ങ് വിട്ടേരെ. അരികു ചേർത്ത് കൊയ്യണ്ട. മനസ്സിലായോ? കാലാ പെറുക്കണ്ട. നിനക്കതിലും വലുത് കർത്താവ് തന്നിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ദൈവജനം ഒരു അനുഗ്രഹമാകട്ടെ. അവരനുഗ്രഹത്തിൽ നിറഞ്ഞ് കവിയട്ടെ. അവർ കവിഞ്ഞൊഴുകട്ടെ. ആർപ്പോടെ വായി തുറന്ന് ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഓ, ഞാനായിട്ടിപ്പം സഭയ്ക്ക് എന്നാ കൊടുക്കാനാ? സഭയിലില്ലേ? അത് നോക്കണ്ട. കഴുത്തത് നോക്കണ്ട. അവിടെ പിശാച് പിടിക്കുന്നു. ഓ, ആ ദൈവദാസന് ഇപ്പം എന്നാ കൊടുക്കാനാ? പുള്ളിക്കുണ്ടല്ലോ. പിശാച് ഓരോ പണികൾ ഓർക്കും. അല്ലേ, എനിക്കിപ്പോൾ ഇല്ലല്ലോ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ നിങ്ങളോട് ആ ഉദാഹരണം പറഞ്ഞിട്ടുള്ളതാണ്. 2 കുഞ്ഞുങ്ങൾ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നു, 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഒരു കുഞ്ഞ് സമ്പന്നൻ്റെ മകൻ, ഒരു കുഞ്ഞ് ദരിദ്രൻ്റെ മകൻ. നിങ്ങൾ ആ 2 കുഞ്ഞുങ്ങളുടെ നടപ്പും ഭാവവും വർത്താനമൊക്കെ കേട്ടെ. സമ്പന്നൻ്റെ മകൻ വാക്കിലും ചിന്തയിലും ഇടപാടിലും ഒക്കെ എങ്ങനെയാണ് നടക്കുന്നത്? ആ ഒരു ഉടുപ്പും അത് കീറിയത് ഇട്ടുകൊണ്ട് വരുന്ന ആ കുഞ്ഞ്. ആ ദരിദ്രൻ്റെ മകൻ, അവൻ്റെ വാക്കിലും നടപ്പിലും ഇടപ്പിലും എല്ലാം എന്തുണ്ട്? ഒരു ദാരിദ്ര്യ ചിന്താഗതി ഉണ്ടോ ഇല്ലയോ? അവൻ്റെ ഉള്ളിൽ തന്നെ ഞാനൊരു പാവപ്പെട്ടവനാണെന്നൊരു ചിന്തയില്ലേ? ഇനി നിങ്ങൾ പോയി 2 പേരുടെയും പോക്കറ്റ് നോക്കിയാൽ 2 പേരുടെയും പോക്കറ്റിൽ 5 പൈസയുമില്ല. 1-2 പേരോട് പറഞ്ഞാട്ടെ, ദാരിദ്ര്യവും സമ്പന്നതയും നിന്റെ പോക്കറ്റിലോ പേഴ്സിലോ ബാങ്കിലോ അല്ല, നിന്റെ മനോഭാവത്തിലാണ്. സമ്പന്നനായ അപ്പൻ്റെ മക്കൾ, അവരുടെ നടപ്പിലൊരു സമ്പന്നതയുണ്ട്. എല്ലാ മനോഭാവങ്ങളിലും ഒരു ഹീലിംഗ് ഉണ്ടാകട്ടെ. കർത്താവ് പലപ്പോഴും പല കാര്യം ചെയ്യുന്നതിന് മുമ്പ് മനോഭാവമാണ് മാറ്റുന്നത്. ഏതാ മാറ്റുന്നത്? അതുകൊണ്ടാണ് 10 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് സൗഖ്യം ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ പോയി പുരോഹിതനെ കാണിക്കാം. അപ്പം ആരാ പുരോഹിതനെ കാണിക്കേണ്ടത്? സൗഖ്യമായവർ വേണം കാണിക്കാൻ. അപ്പോൾ പുരോഹിതനെ കാണിക്കാൻ പോകുന്നവരുടെ റൂട്ടിലോട്ട് ഇവർ കയറി. ഇപ്പോൾ റൂട്ടിൽ പോകുന്നവരൊക്കെ ആരാ? സൗഖ്യമായവരാ. ഒന്ന് പറഞ്ഞേ. പക്ഷെ ഇവരുടെ കയ്യിൽ ഇപ്പോഴും ഏതാ? കയ്യേൽ കുഷ്ഠമാണെങ്കിലും മനസ്സ് സൗഖ്യമായവരുടെ പോലെയായി. നമ്മളിങ്ങനെ വായിക്കുന്നു, അവരങ്ങനെ വഴി പോകയിൽ ശുദ്ധരായി. മനോഭാവത്തിനൊരു ഹീലിംഗ് വന്നാലേ മൊത്തം മാറ്റം വരത്തുള്ളൂ. ഇതെങ്ങനെയാണെന്നറിയോ? എല്ലാം കിട്ടിയാലും ടൈറ്റാ കേട്ടോ, അങ്ങനെ ഞെങ്ങി ഞെരിങ്ങിയൊക്കെ പോകുന്നു. നിന്റെ നാക്ക് തന്നെയാണ് പ്രശ്നം. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ.
ഇച്ചിരി ഞെങ്ങി ഞെരിങ്ങി ആണേലും ഇങ്ങനെ വേണം. കർത്താവ് അടിപൊളിയായിട്ട് നടത്തുന്നു ബ്രദറെ. നമ്മുടെ കർത്താവ് ആരാ? ഇത് കേൾക്കുമ്പം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിൽ തോണ്ടിയിട്ട് പറയും, കുഴപ്പം കേട്ടോ, അവനെ അനുഗ്രഹിച്ച് വിട്ടേക്കാൻ പറയും. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടേക്കാൻ. 1-2 പേരോട് പറഞ്ഞ് അപ്പൻ്റെ വില കളയരുത്, ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് നടക്കരുത്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഏതൊരു വലിയ രോഗി ഇങ്ങോട്ട് വന്നാലും അയ്യോ ഞങ്ങളുടെ സഭയിലോട്ട് വരണ്ട കേട്ടോ, വേഗം ഒരു ഡോക്ടറെ പോയി കണ്ടോന്ന് പറയും. ഏത് കേസും പിടിക്കണം, കൈ കൊടുത്ത് പറഞ്ഞ്. അത് നമ്മുടെ കഴിവുകൊണ്ടല്ലല്ലോ. നമ്മുടെ സഭയിൽ ഇതുവരെ സൗഖ്യമാകാത്ത ലെവലിലുള്ളൊരു രോഗിയെ കണ്ടാലും അത് ഞങ്ങൾ പിടിക്കുമെന്നേ. കാരണം ഞങ്ങളുടെ പപ്പായ വെച്ചാ ഞങ്ങൾ പറയുന്നത്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞങ്ങളുടെ കഴിവല്ല ഞങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ പപ്പായുടെ കഴിവാണ് ഞങ്ങൾ പറയുന്നത്. സമ്പന്നന്റെ മക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ ആർപ്പോടെ ഒന്ന് കർത്താവിനെ സ്തുതിച്ചാ കൊള്ളാൻ. എൻ്റെ മനോഭാവം മാറണം. ഉറക്കെ പറഞ്ഞ എൻ്റെ മനോഭാവം മാറണം. ശിഷ്യന്മാർക്ക് യേശു ആദ്യം കൊടുത്തത് ഒരു സെൽഫ് എസ്റ്റീമാണ്. നമുക്കൊക്കെ പലപ്പോഴും ഉള്ള കുഴപ്പം, നമ്മളെ അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവരെയും അംഗീകരിക്കും, ആരെയും അംഗീകരിക്കുകയില്ല. ഇന്നത് പൊട്ടണം. കർത്താവ് എന്നെ കാണുന്നത് പോലെ ഞാൻ എന്നെ കാണും. ഉറക്കെ പറഞ്ഞു. അടുത്തിരിക്കുന്ന ആൾ പറ, കർത്താവ് നിന്നെ ഒരു ദരിദ്രനായിട്ടല്ല കാണുന്നു. കർത്താവ് നിന്നെ ഒരു തിരുമണ്ടനായിട്ടല്ല കാണുന്നു. പറ, കർത്താവ് നിന്നെ ഒരു പരാജയമായിട്ടല്ല കാണുന്നു. കർത്താവ് നിന്നെ ഒരു മണ്ടിയായിട്ടല്ല കാണുന്നു. കർത്താവ് നിന്നെ ഒരു ഊളനായിട്ടല്ല കാണുന്നു. കർത്താവ് നിന്നെ ഒരു പരാജയമായിട്ടല്ല കാണുന്നു. കർത്താവ് പിതാവ് നിന്നെ പുത്രനിൽ ഒരു വിജയമായിട്ടാണ് കാണുന്നത്, ഒരു ജയാളിയായിട്ടാണ് കാണുന്നത്. കർത്താവ് നിന്നെ കാണുന്ന പോലെ നീ നിന്നെ കണ്ടാട്ടെ. കർത്താവ് നിന്നെ ഒരു അപ്പോസ്തലനായിട്ടാണ് കാണുന്നത്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. പത്രോസ് എന്ന മുക്കുവനെ കർത്താവ് കണ്ടത് ഒരു അപ്പോസ്തലനായിട്ട്. പക്ഷെ തൻ്റെ ഉള്ളിൽ താനൊരു മുക്കുവനാണ്. തൻ്റെ ഉള്ളിൽ വിദ്യാവിഹീനനാണ്. തൻ്റെ ഉള്ളിൽ ഒരു പരാജയമാണ്. തൻ്റെ ഉള്ളിൽ മീൻ നാറുന്ന ഒരു സാധാരണ തൊഴിലാളിയാണ്. എന്നാൽ ദൈവത്തിൻ്റെ മക്കളെ, കർത്താവിനെ വെടികെട്ടി ഇവനെ എത്ര ഉപയോഗിക്കണം? ഇവനുള്ള ഒരു സ്വയം മതിപ്പുണ്ടാകണം. സ്വയം മതിപ്പുണ്ടാകണം. സ്വയം മതിപ്പുണ്ടാകണം. ഞാൻ തൊടുന്നതെല്ലാം പരാജയമാണ്. എൻ്റെ വീട് ശാപത്തിലാണ്. എൻ്റെ അപ്പനപ്പൂപ്പന്മാരെ കുഴപ്പമാണ്. ഞാൻ എന്തെത്തും തൊട്ടാലും പരാജയമാണ്. ആ സ്വയമുള്ള അവമതിപ്പ് ഇന്ന് പകൽ പൊട്ടട്ടെ. കർത്താവ് നിന്നെ കാണുന്ന പോലെ നീ നിന്നെ ഒന്ന് കണ്ടാട്ടെ. ക്രിസ്തുവിൽ നീ പരാജയമല്ല, ജയാളി അത്രേ. നിന്റെ അധ്യാപകൻ പറഞ്ഞു കാണും, നിന്റെ തലേ ചേറാം. പ്രൈസലോ. അവൻ്റെ തലേ ചേറുണ്ടോ തപ്പിക്കൊണ്ടിരിക്കാതെ കർത്താവ് നിന്നെ കുറിച്ച് എന്ത് പറഞ്ഞു അത് നീ ഒന്ന് പറഞ്ഞു നോക്കിയേ. വചനം നിന്നെ കുറിച്ച് എന്ത് പറയുന്നു അത് നീ ഒന്ന് പറഞ്ഞു നോക്കിയേ. നീ രാജകീയ പുരോഹിത വർഗമാണ്, കർത്താവിൻ്റെ മക്കളാണ്, നീതീകരിക്കപ്പെട്ടവനാണ്. പാപിയല്ല, പാപിയല്ല, പാപിയല്ല. ദൈവമക്കൾ പാപികളല്ല. ദൈവമക്കൾ പാപികളല്ല. പാപി എന്ന മേലെടുത്ത് മായ്ച്ചു, പാപം എന്നേക്കും മായ്ച്ചു. വിശുദ്ധൻ എന്നാ പേര് വിളിച്ചിരിക്കുന്നത്. എത്ര പേർക്ക് ധൈര്യമുണ്ടെന്ന് പറയാൻ ഞാനൊരു നല്ല വ്യക്തിയാണെന്ന് പറയാൻ? വലിയ ബുദ്ധിമുട്ടാണ് അത് പറയാൻ. അത് പറയണം. എത്ര പേർക്ക് പറയാം ഞാനൊരു നല്ല വ്യക്തിയാണ്, അതെൻ്റെ നന്മ കൊണ്ടല്ല, അവൻ തന്ന നന്മയാ, ഞാൻ നീതിമാനാ? വിളിച്ചു പറ. ഇത് പറഞ്ഞാലേ സാത്താനെതിരെ നിൽക്കാനൊക്കത്തുള്ളൂ. ഇത് പറഞ്ഞാലേ പ്രതിസന്ധികളെ ചവിട്ടി മുന്നേറാനൊക്കത്തുള്ളൂ. ഞാനൊരു ബലഹീനനല്ല. വിളിച്ചു പറ, ഞാൻ ശക്തനാ. പ്രവാചക പുസ്തകത്തിൽ 1 ഇങ്ങനെ വായിക്കുന്നുണ്ട്, ആകയാൽ ബലഹീനൻ ഇനി തന്നെ തന്നെ ബലവാനെന്ന് മതിക്കട്ടെ. പ്രവാചകൻ പറയുകയാണ്, ആകയാൽ ഇനി ബലഹീനൻ തന്നെ തന്നെ ബലവാനെന്ന് മതിക്കട്ടെ. അവര് നല്ലതാ, ഇവര് നല്ലതാ, ആ കൊച്ചിന്റെ പഠിത്തം നല്ലതാ, അവളെ കണ്ടാ നല്ലതാ, ഇവന്റെ നിറം നല്ലതാ, അവന്റെ പൊക്കം നല്ലതാന്ന് പറയാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നിന്നെ ദൈവം എന്താക്കി? ക്രിസ്തുവിൽ നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി. നിന്നിലെ പുതിയ സൃഷ്ടി ബലഹീനനല്ല. നിന്നിലെ പുതിയ സൃഷ്ടി പരാജിതനല്ല. നിന്നിലെ പുതിയ സൃഷ്ടി പാപിയല്ല. നിന്നിലെ പുതിയ സൃഷ്ടി നീതിമാന. പാപത്തെ ജയിക്കാൻ കഴിവുണ്ട്, മദ്യപാനത്തെ ജയിക്കാൻ നിനക്ക് കഴിവുണ്ട്. എന്നും പാപത്തിന്റെ കെട്ടിൽ കടക്കേണ്ട വ്യക്തിയല്ല നീ, ജയാളിയായി ജീവിക്കേണ്ട വ്യക്തിയാ. കരങ്ങൾ തട്ടി വായി തുറന്ന് ആർപ്പോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമം സകല നാമത്തിനും മേലായ നാമമാണ്. ആ നാമത്തിൽ എല്ലാ മുട്ടും മടങ്ങും. രോഗത്തിൻ്റെ മുട്ട്, കടഭാരത്തിൻ്റെ മുട്ട്, അസമാധാനത്തിൻ്റെ മുട്ട് എല്ലാം യേശുവിൻ്റെ നാമം പറയുമ്പോൾ അവിടെ മടങ്ങും. ഇന്ന് എന്നെ കേൾക്കുന്ന
നിങ്ങളുടെ ജീവിതത്തിൽ ആ വിഷയം എനിക്കറിയില്ല, പക്ഷേ എൻ്റെ യേശുവേ എന്നെ സഹായിക്കണമേ എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളെ അറിയുന്ന കർത്താവ്, നിങ്ങളുടെ ഹൃദയത്തിലെ വേദന അറിയുന്ന കർത്താവ് ഈ നിമിഷം തന്നെ നിങ്ങളെ തൊടും. വചനം പറയുന്ന ഭൂമിയിൽ 2 പേർ ഐക്യമത്യപ്പെട്ടാൽ അവരിച്ഛിക്കുന്നത് എന്തും ഇന്ന് ഞാനും നിങ്ങളും ഒരൊറ്റ മനസ്സോടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, യേശുവിന് വിടുവിക്കാൻ പറ്റാത്ത ഒരു വിഷയവും നിങ്ങളുടെ ജീവിതത്തിലില്ല. നിങ്ങളെ വിടുവിക്കുവാൻ യേശുവിന് മനസ്സുമുണ്ട്. ഒറ്റ കാര്യമേ ഉള്ളൂ, കർത്താവ് ചോദിക്കുന്നത് സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? അപ്പം നിങ്ങൾ തീരുമാനിക്കണം, ഇനി ഞാൻ ഈ അവസ്ഥയിൽ കിടക്കത്തില്ല, എനിക്ക് ഈ അവസ്ഥയിൽ നിന്നൊരു വിടുതൽ വേണം. 38 വർഷക്കാലം ആ പക്ഷപാത രോഗിയായി കുളക്കരവിൽ കിടന്നവൻ ആ സാഹചര്യങ്ങളുമായിട്ട് അവനങ്ങ് പൊരുത്തപ്പെട്ട് അവൻ കിടക്കുകയാണ്. അവൻ്റെ മനസ്സുകൊണ്ട് അവനൊരു തീരുമാനമെടുക്കണം, എനിക്ക് ഇങ്ങനെ കിടക്കണ്ട, ഞാൻ മടുത്തു, എനിക്കൊന്ന് എഴുന്നേൽക്കണം. അവിടെയാണ് കർത്താവിൻ്റെ പ്രവൃത്തി നടക്കുന്നത്. ഇന്ന് ശാരീരികമായി പ്രയാസമാണോ? ചില മരുന്നൊക്കെ കഴിച്ച് ആശ്വാസമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കൊണ്ട് തീരുമാനമെടുക്കണം, ഇനി എനിക്ക് മരുന്ന് കഴിക്കണ്ട, എനിക്കൊരു വിടുതൽ വേണം. എൻ്റെ ഭവനത്തിൽ നിന്ന് എല്ലാ അസമാധാനങ്ങളും മാറണം, എൻ്റെ ഭവനത്തിൽ സമാധാനവും സന്തോഷവും വരണം, എൻ്റെ കുഞ്ഞുങ്ങൾ കണ്ണ് കണ്ടിട്ടില്ലാത്ത നിലയിൽ അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ കുടുംബജീവിതത്തിൽ അനുഗ്രഹം വരണം എന്ന് നിങ്ങൾ ഒന്ന് ആഗ്രഹിച്ചാൽ, ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ, ഇന്ന് ഈ സമയം കർത്താവ് നിങ്ങളെ തൊടും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ 2 പേർ ഐക്യമത്യപ്പെട്ടാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നൽകാമെന്നാണല്ലോ അവിടുന്ന് പറഞ്ഞത്. യേശുവേ, ഇന്ന് കാണുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഏത് വിഷയത്തിലാണ് അവർ ഭാരപ്പെടുന്നത്, ആ വിഷയത്തിൻ്റെ മേൽ അങ്ങയുടെ കരം നീട്ടണമേ. സൗഖ്യമാക്കാൻ അങ്ങയുടെ കരം നീട്ടണമേ. കർത്താവേ, അങ്ങയുടെ കരം ആശ്വസിപ്പിക്കുന്ന കരമാണല്ലോ. ഓരോരുത്തരെയും തൊട്ട് ആശ്വസിപ്പിക്കുന്നതിനായി സ്തോത്രം. ശാരീരികമായിട്ടുള്ള എല്ലാ ബലഹീനതകളും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. രോഗബന്ധനങ്ങൾ അഴിയട്ടെ. അസ്ഥികൾക്ക് സൗഖ്യം വരട്ടെ. ഞരമ്പുകൾക്ക് സൗഖ്യം വരട്ടെ. ലിവറുകൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. തൈറോയിഡുകൾ സൗഖ്യമാകട്ടെ. മൂക്കിനുള്ളിൽ ദശ വളർന്ന് ശ്വാസം വിടാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വിടുതൽ സംഭവിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ കരം ഓരോരുത്തരെയും തൊടുന്നതിനായി സ്തോത്രം. ഭവനത്തിലെ എല്ലാ വിഷയങ്ങൾക്കും വിടുതലാകട്ടെ. ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ. വരുമാന മാർഗങ്ങളിൽ വർധന ഉണ്ടാകട്ടെ. കവിഞ്ഞൊഴുകുന്ന അനുഭവം ഓരോ ഭവനങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ ബന്ധം അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ കരം ഓരോരുത്തരെ തൊട്ട് വിടുവിച്ചിരിക്കുക. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അത്ഭുതകരമായിട്ട് വിടുവിച്ചിരിക്കുക. നിങ്ങൾ പരിശോധിക്കണം, നിങ്ങൾ എഴുന്നേൽക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാഞ്ഞത് നിങ്ങൾ ചെയ്യണം. അപ്പോഴാണ് വിടുതൽ നിങ്ങൾ അനുഭവിക്കുന്നത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ കർത്താവിൻ്റെ കൃപയിൽ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.